ആരെങ്കിലും വന്ദേ ഭാരത് തീവണ്ടിയിൽ കയറിക്കണോ? ഞാൻ ഇന്ന് കയറാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനാണ് നമ്മളത്. റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നുമല്ല, നല്ല മൊഞ്ചാക്കിയിട്ടുണ്ട്. ഇപ്പോൾ റെയിൽവേയിൽ ചേച്ചി അനൗൺസ് ചെയ്തിട്ട് അധികം സമയമൊന്നും എടുത്തില്ല. വണ്ടി ഞാനും കറക്റ്റ് ടൈം ആയതുകൊണ്ട് അധികം ടൈമൊന്നും മുഷിഞ്ഞൊന്നുമില്ല. ഇത് എത്തി നമ്മുടെ വന്ദേ ഭാരതം ട്രെയിന്. ഡോർ എങ്ങനെ തുറക്കണ്ടെന്ന് അറിയില്ല, പിന്നെ മനസ്സിലായത് ഓട്ടോമാറ്റിക് ആണെന്ന്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറുന്ന പാടെ ഇതാ നമ്മുടെ ഫുഡൊക്കെ സപ്ലൈ ചെയ്യുന്ന കാറ്ററിംഗ് തൊഴിലാളികളെ നമ്മൾ കാണുന്നത്. കയറി അങ്ങനെ സീറ്റൊക്കെ തപ്പിപ്പിടിച്ച് നമ്മൾ കയറിയ പാടെ വണ്ടി എടുത്തു. അതിന് ശേഷം എന്താ ഫുഡൊക്കെ കിട്ടി, നമുക്ക് ഭക്ഷണം സ്നാക്സും ടീയും ഒക്കെ കൊണ്ടുവന്നു തന്നു. നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ട്രെയിനിൽ ഇരിക്കാൻ തന്നെ തോന്നില്ല, നമ്മൾ ഫ്ലൈറ്റിലൊക്കെ ഇരിക്കുന്നൊരു ഫീലായിരുന്നു. അധികം സൗണ്ടൊന്നും ഇല്ലാതെ നമ്മൾ ട്രെയിനിലൊക്കെ കയറുമ്പോൾ ചായ കാപ്പി എന്ന് പറഞ്ഞിട്ട് വരുന്ന ആ ഒരു ഫീലാണല്ലോ നമുക്ക് തോന്നുന്നത്. പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു ഫ്ലൈറ്റിൽ പോലൊരു ഫീലായിരുന്നു. ബാത്റൂമൊക്കെ തന്നെ ഭയങ്കര ക്ലീനായിരുന്നു, ഭയങ്കര വൃത്തി, നീറ്റ് ആൻഡ് ക്ലീനായിരുന്നു. കയറിയ പാടെ ഞാനൊരു സെൽഫിയൊക്കെ എടുത്തു, നല്ല അടിപൊളി. ഷൊർണൂർ മുതൽ എറണാകുളം വരെ വെറുതെ ഒന്ന് യാത്ര ചെയ്തതാണ് ഇതിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു മോഹത്തിൽ. അങ്ങനെ വീണ്ടും സീറ്റിൽ വന്നിരുന്നു. എൻ്റെ കൂടെ കാസർഗോഡുള്ള ഉവൈസും കണ്ണൂരിലുള്ള സീറ്റുമാണ് ഇപ്പുറത്ത് ഇരിക്കണത്. അവരോട് ഞാൻ പറഞ്ഞു ഞാൻ വലിയ വ്ളോഗറാണ്, അതുകൊണ്ടാണ് വീഡിയോ എടുക്കുന്ന ഒരു ഹായ് കൊടുത്തോളൂ എന്ന് പറഞ്ഞു. നോക്കട്ടെ നിങ്ങളെ ചാനൽ എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലിൻ്റെ ഐഡിയ ഒക്കെ മേടിച്ചു. നോക്കിയിട്ട് ഇപ്പം തന്നെ നിങ്ങളെ വൈറലാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഫുള്ള് വീഡിയോ കണ്ടിട്ട് അവർ ചിരിക്കുമായിരുന്നു. ഇത് കേട്ടപ്പോൾ എനിക്കും ഭയങ്കര ചിരി. ഒരു മടുപ്പില്ലാതെ 2 മണിക്കൂറുള്ള യാത്ര 2 മിനിറ്റിൽ അവസാനിച്ച പോലെ വളരെ നല്ല അനുഭവമായിരുന്നു.